കോപ്പറേറ്റീവ് എഡ്യൂടെക്കിന്റെ ക്യാപിറ്റൽ മാർക്കറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് കേരള PSC പരീക്ഷ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് മൊഡ്യൂൾ 7 ക്യാപിറ്റൽ മാർക്കറ്റിലെ പബ്ലിക് ഇഷ്യൂ, FPO, പ്രൊസീജിയർ ഓഫ് പബ്ലിക് ഇഷ്യൂ എന്നീ ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസിന്റെ നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. ഓരോ ക്ലാസ്സുമായി ബന്ധപ്പെട്ട MCQ, PYQ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യനുകൾ ഡിസ്കഷൻ തൊട്ടടുത്ത വീഡിയോയിൽ ഉണ്ടാവാറുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ക്ലാസ് ഏകദേശം അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതിൽ തന്നെ പബ്ലിക് ഇഷ്യൂ, FPO എന്നീ ടേമുകൾ പല പ്രാവശ്യം പല ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയതിനാൽ അത് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പ്രൊസീജിയർ ഓഫ് പബ്ലിക് ഇഷ്യൂ ആണ് ഈ ക്ലാസ്സിലെ മെയിൻ ഫോക്കസ്. അതിലാദ്യം പബ്ലിക് ഇഷ്യൂവിന്റെ ഒരു ഇൻട്രോ പറയുന്നുണ്ട്. പബ്ലിക് ഇഷ്യൂ മീൻസ് ദ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ബൈ എ കമ്പനി ടു ദി പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ in order to raise capital. It is one of the most common method of raising funds in primary market. Primary മാർക്കറ്റിന് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റൈസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് പബ്ലിക് ഇഷ്യൂ എന്ന് പറയാം. ഇത് പോപ്പുലർ ആണ്, കോമൺ ആണ്. പല മെത്തേഡ്സ് ഇതിനുണ്ട്. പല മെത്തേഡ്സ് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ട്. മീനിങ് എന്ന് പറഞ്ഞാൽ when a company require funds for expansion, diversification, modernization or repayment of debts, it can raise money by offering shares or debenture to the general public. പബ്ലിക് ഇഷ്യൂ എന്നതിൽ ഡെപ്റ്റ് ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ ഇക്വിറ്റികളും ഒക്കെ ആവാം. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാറുണ്ട്. ഒന്നെങ്കിൽ എക്സ്പാൻഷൻ ആവാം, അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ആവാം, മോഡേണൈസേഷൻ ആവാം, അല്ലെങ്കിൽ ഡെപ്റ്റ് റീപേയ്മെന്റിനൊക്കെ വേണ്ടിയിട്ടൊക്കെ പബ്ലിക് ഇഷ്യൂ ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻവൈറ്റിംഗ് പബ്ലിക് ടു സബ്സ്ക്രൈബ് ദി സെക്യൂരിറ്റീസ് ത്രൂ പ്രോസ്പെക്ടസ്. ഇവിടെ വരുന്ന മെയിൻ ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ടാണ് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഷെയറുകൾ ഇൻവൈറ്റ് ചെയ്യാറുള്ളത്. അത് പബ്ലിക് ഇഷ്യൂവിന്റെ ഭാഗം കൂടെയാണ്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഒരു പരസ്യം പോലെയാണ്. കമ്പനി എന്താവശ്യത്തിന് ഏത് തരം സെക്യൂരിറ്റി ആണോ അല്ലെങ്കിൽ ഡിബെഞ്ചർ ആണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്, അതിന്റെ കാര്യങ്ങളും ഒക്കെ വെക്കുന്ന ഒരു ഡോക്യുമെന്റിന്റെ പേരാണ് പ്രോസ്പെക്ടസ് എന്നത്. ഫീച്ചർ ഓഫ് പബ്ലിക് ഇഷ്യൂ ഓഫർ ബൈ ജനറൽ പബ്ലിക് അറ്റ് ലാർജ്. കാരണം ഇത് പബ്ലിക്കിനുള്ളതാണ്. എല്ലാ പബ്ലിക്കിനും വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് സെബിന്റെ റെഗുലേഷൻസിന്റെ ഭാഗത്ത് കൂടെയാണ്. അത്തരം റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. റിക്വയർ ദി ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് കണ്ടെയ്നിങ് ഡീറ്റെയിൽസ് ഓഫ് ദ കമ്പനി, പ്രൊജക്ട്, റിസ്ക്. ഒരു പരസ്യം പോലുള്ള ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ പബ്ലിക് ഇഷ്യൂവിന്റെ മുഴുവൻ വിവരങ്ങളും ആ പറഞ്ഞ ഡോക്യുമെന്റ് അകത്ത് ഉണ്ടാകും. ക്യാൻ ബി ലിസ്റ്റഡ് ആൻഡ് ട്രേഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആഫ്റ്റർ ദി ഇഷ്യൂ. ഇങ്ങനെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് എന്ത് ചെയ്യാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. വേണമെങ്കിൽ പ്രൊവൈഡ് ആക്സസ് ടു ലാർജ് പൂൾ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. കാരണം പബ്ലിക് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ലാർജ് പബ്ലിക്കിന്റെ ഭാഗമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇത് ഭാഗമാക്കാൻ പറ്റും. അങ്ങനെ കമ്പനിക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും. ടൈപ്സ് ഓഫ് പബ്ലിക് ഇഷ്യൂ മിക്കതും നമ്മൾ പറഞ്ഞതാണ്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഒരു ക്ലാസ് തന്നെ അത് മാത്രം വെച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, അല്ലെങ്കിൽ അതായത് പ്ലേലിസ്റ്റ് നോക്കുക, ക്ലാസ്സിൽ കാണാൻ പറ്റും മുൻപേ നടന്ന. IPO എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഇഷ്യൂ ആണ്. ട്രാൻസ്ഫർ എ പ്രൈവറ്റ് കമ്പനി ഇൻ ടു എ പബ്ലിക് ലിസ്റ്റഡ് കമ്പനി. ഫർദർ പബ്ലിക് ഇഷ്യൂ എന്ന് പറയുമ്പോൾ അഡീഷൻസ് പിന്നെ വരികയാണെങ്കിൽ ഒരു പ്രാവശ്യം IPO ചെയ്ത കമ്പനി വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് IPO എന്നല്ല പറയുന്നത്, FPO എന്ന് പറയാം. അതായത് അഡീഷണൽ ഇഷ്യൂ ഓഫ് ഷെയർസ് ബൈ ഓൾറെഡി ലിസ്റ്റഡ് കമ്പനി ടു ദി പബ്ലിക്. ഹെൽപ്സ് റൈസ് ഫർദർ ക്യാപിറ്റൽ ഫോർ ക്യാപിറ്റൽ ഓർ ഡെപ്റ്റ് റീപേയ്മെന്റ്. ഓഫർ ഫോർ സെയിൽ മറ്റൊരു ടെക്നിക്കാണ്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ മീനിങ് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇപ്പൊ പറയുന്നില്ല. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ FPO എന്ന് പറഞ്ഞാൽ ആദ്യം കമ്പനികൾ ഒരു ഇന്റർമീഡിയറിക്ക് ഈ പറഞ്ഞ ഷെയറുകൾ അല്ലെങ്കിൽ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. അവർ ഒരു ഫിക്സ്ഡ് പ്രൈസിന്. പിന്നീട് അവർ വീണ്ടും ആർക്ക് സെല് ചെയ്യുന്നു, പബ്ലിക്കിന് അത് ഒരു മാർജിൻ എടുത്തിട്ട് സെല് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ കമ്പനി ഡയറക്റ്റ് ആയിട്ട് പബ്ലിക്കിനായിട്ട് ഇടപാടില്ല. ഇടയിൽ ആരുണ്ട്, ഇന്റർമീഡിയറി ഉണ്ട്. അവർക്കാണ് ആദ്യം സെല് ചെയ്തത്. അതിനുശേഷം കമ്പനി പോയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇന്റർമീഡിയറി പബ്ലിക്കിനും നേരിട്ട് ചെയ്തോളും, ഇത് റീസെൽ ചെയ്തോളും. ആ പ്രോസസ്സിനെയാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയാം. എക്സിസ്റ്റിംഗ് ഷെയർ പ്രൈസ് ലൈക്ക് പ്രൊമോട്ടേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ sell their shares to the public. Company does not receive proceeds directly. Sellers get the money. Right issue, partly public in nature.
അടുത്തതാണ് റൈറ്റ് ഇഷ്യൂ. മറ്റൊരു മെത്തേഡ് ആണ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ആണ് എന്ത് ചെയ്യാം റൈറ്റ് ഇഷ്യൂ ചെയ്യപ്പെടുക. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പിന്നീട് കമ്പനി അഡീഷണൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് മുൻഗണന നൽകും. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം, ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിനുശേഷമേ പബ്ലിക് ഇഷ്യൂ ചെയ്യുള്ളൂ. അപ്പോൾ ഓഫേർഡ് ഓൺലി ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അറ്റ് എ കൺസെഷണൽ പ്രൈസ്, നോ എക്സാക്ട്ലി എ പബ്ലിക് ഇഷ്യൂ ബട്ട് റിലേറ്റഡ് മെത്തേഡ്. ഇതിന് പബ്ലിക് ഇഷ്യൂ എന്ന് പ്യൂർ ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആ കാറ്റഗറിയിൽ വരുന്ന ഒരു മെത്തേഡും കൂടിയാണ്. അതാണ് പാർട്ടിലി പബ്ലിക് ഇൻ നേച്ചർ എന്ന് പറയാൻ കാരണം. ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കാം. ആക്സസ് ടു ലാർജ് ഫണ്ട് ഫ്രം പബ്ലിക് എൻഹാൻസസ് ക്രെഡിബിലിറ്റി ആൻഡ് കോർപ്പറേറ്റ് ഇമേജ്, ഇംപ്രൂവ് ലിക്വിഡിറ്റി ഓഫ് ഷെയർ through stock exchange, wide ownership reduces dependence on a few investors. എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ്? എക്സ്പെൻസീവ് ഡ്യൂ ടു കംപ്ലൈൻസ്, അഡ്വർടൈസ്മെന്റ് ആൻഡ് അണ്ടർറൈറ്റിംഗ് കോസ്റ്റ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് എക്സ്പെൻസുകൾ ഉണ്ട്. പബ്ലിക് ഇഷ്യൂ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഓഫ് പറഞ്ഞിട്ട് ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് അതുമായി ബന്ധപ്പെട്ട കംപ്ലൈൻസ്, ഇപ്പോൾ അത് വലിയ റെഗുലേഷൻസിന്റെ ഭാഗമാണ്. അപ്പോൾ അതുമായി ഒത്തുചേർന്ന് പോകേണ്ടതുണ്ട്. പരസ്യങ്ങൾ വേണ്ടതുണ്ട്. അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ കോസ്റ്റുകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരും. ടൈം കൺസ്യൂമിംഗ് ആണ്. റെഗുലേറ്ററി പ്രോസസ്സ് ഒരുപാട് തന്നെ ഫോർമാലിറ്റീസിന്റെ ഭാഗമായിട്ടുണ്ട്. ഇൻക്രീസ്ഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്, കാരണം ഒരുപാട് ഡോക്യുമെന്റ്സ് ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നുണ്ട്. പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന മുമ്പ് പബ്ലിക്കിന് ഇതിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, കമ്പനിന്റെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് പ്രൈവസിയെ ബാധിക്കുന്ന വിഷയമാണ്. പക്ഷെ അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റൂല ഈ വിഷയത്തിൽ. ഗ്രേറ്റർ സ്ക്രൂട്ടിനി ഫ്രം ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് റെഗുലേറ്റേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് ആയാലും വേണ്ടില്ല, റെഗുലേറ്റേഴ്സ് ആയാലും വേണ്ടില്ല, അവർ നല്ല രീതിയിൽ ഇതിനെ നിരൂപണം ചെയ്യാറുണ്ട്. അവർ ക്രിട്ടിക്കലി ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. കാരണം അവർക്ക് ഇത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ യോഗ്യതയുണ്ടോ, അല്ലെങ്കിൽ നിലവിലെ ഹോൾഡിംഗ് പിൻവലിക്കേണ്ടതുണ്ടോ എന്ന രീതിയിലൊക്കെ. പിന്നെ മറ്റൊരു മെത്തേഡ് പബ്ലിക് ഇഷ്യൂമായി ബന്ധപ്പെട്ട വേറെ മെത്തേഡ് FPO ആണ്, ഫോളോ ഓൺ പബ്ലിക് ഓഫർ. ഫോളോ ഓൺ പബ്ലിക് ഓഫർ നേരത്തെ പറഞ്ഞ് നമ്മൾ അഡീഷണൽ ഷെയർ എക്സിസ്റ്റിംഗ് ഒരു IPO ചെയ്ത കമ്പനി വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് ഫോളോ ഓൺ പബ്ലിക് എന്ന് പറയാം. ഇതൊരു ഫണ്ട് റൈസിംഗിലുള്ള മാർഗമാണ്. മീനിങ് പറയുകയാണെങ്കിൽ എ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ an offer for sale of existing share by a company that is already listed. Important ആണ്. That is already listed on a stock exchange. അപ്പൊ ആർക്കൊക്കെയാണ് FPO ചെയ്യാം? എല്ലാ കമ്പനിക്കും ചെയ്യാം. അവരെന്തായിരിക്കണം? IPO ചെയ്ത കമ്പനികളായിരിക്കണം. Only companies that have completed an IPO are listed on stock exchange. ടൈപ്സ് ഓഫ് FPO, രണ്ട് തരം FPOകൾ ഉണ്ട്. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ഞാൻ പറയുന്നില്ല. ഡയലൂട്ടീവ് FPO, നോൺ ഡയലൂട്ടീവ് FPO. കഴിഞ്ഞ ക്ലാസ് നോക്കാവുന്നതാണ്. ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡയലൂട്ടീവ് FPO, നോൺ ഡയലൂട്ടീവ്. പിന്നെ അതിന്റെ മെറിറ്റ് ഡിമെറിറ്റ് നോക്കാം. ഹെൽപ്സ് കമ്പനി റൈസ് അഡീഷണൽ ക്യാപിറ്റൽ ഫോർ ഗ്രോത്ത്, പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി, മോർ ഷെയർസ് ഫോർ ഇൻവെസ്റ്റേഴ്സ്, മാർക്കറ്റ് കോൺഫിഡൻസ്. പിന്നെ കാരണം പല കമ്പനികൾക്കും അവരെ ഇമേജിനെ കൂടെ ബാധിക്കാറുണ്ട് FPO പോസിറ്റീവായിട്ട്. ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ ഡയലൂട്ട് EPS ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇഫ് ദ കമ്പനി പാസ്റ്റ് പെർഫോമൻസ് വീക്ക്, കഴിഞ്ഞ കാലങ്ങളിൽ ആൾറെഡി IPO ചെയ്ത കമ്പനി വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച് വീണ്ടും വരികയാണ്. ആ സമയത്ത് ഇതിന്റെ പെർഫോമൻസ് ഒന്ന് നെഗറ്റീവ് ആയാലും, ഒന്നും ചെറിയ രീതിയിൽ അത് വീക്കായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത FPOനെ ബാധിക്കും. അതിന്റെ വിലയിലും അതിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാറുണ്ട്. പ്രൈസ് പ്രഷർ ഓൺ എക്സിസ്റ്റിംഗ് ഷെയർസ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് സപ്ലൈ. കാരണം ഫർദർ അഡീഷൻസ് വരുന്ന സമയത്ത് അതെന്ത് ചെയ്യും? സപ്ലൈ കൂടാണ്. ആ രീതിയിൽ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൈസിൽ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഈ ക്ലാസ്സിന്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. പ്രൊസീജിയർ ഓഫ് പബ്ലിക് ഇഷ്യൂന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, അതിന്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് എന്നാ പറയുന്നത്. പബ്ലിക് ഇഷ്യൂ ഇസ് ദ പ്രോസസ് ഓഫ് by which a company raises fund from the generally public by offering its shares or debentures in the primary market. The entire process is regulated by SEBI to ensure transparency and investors' protection.
ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷനും ട്രാൻസ്പെറൻസിക്ക് വേണ്ടി ഇതിൻ്റെമായി ബന്ധപ്പെട്ട എല്ലാ പ്രോസസ്സും സെബിന്റെ അണ്ടറിലാണ് നടക്കുക. പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ജനറൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഷെയർ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റൈസ് ചെയ്യുന്നതിനാണ് പബ്ലിക് ഇഷ്യൂ എന്ന് പറയാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നോക്കാം. ഒന്ന്, ബോർഡ് അപ്രൂവൽ ആണ് ആദ്യം വേണ്ടത്. അപ്പോയിന്റ്മെന്റ് ഓഫ് ഇന്റർമീഡിയറീസ്. ബോർഡ് അപ്രൂവൽ കിട്ടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇന്റർമീഡിയറീസിനെ അപ്പോയിന്റ് ചെയ്യണം. കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ദ പ്ലാൻ ഓഫ് എ പബ്ലിക് ഇഷ്യൂ. കമ്പനി അപ്പോയിന്റ് മെർച്ചന്റ് ബാങ്ക്സ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മെർച്ചന്റ് ബാങ്കറെ അപ്പോയിന്റ് ചെയ്യേണ്ടതുണ്ട്. അവരാണ് ലീഡ് മാനേജേഴ്സ് എന്ന് പറയാം. അവരാണ് ഈ പ്രോസസ് നടത്തുക. പിന്നെ അണ്ടർ റൈറ്റേഴ്സിനെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ബാങ്ക്സ് ടു ദി ഇഷ്യൂ. ഒരു ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബാങ്കിന് ആവശ്യമുണ്ട്. രജിസ്ട്രാർസ്, പിന്നെ ബ്രോക്കേഴ്സ്, ലീഗൽ അഡ്വൈസേഴ്സ്, ഇവരൊക്കെ ഈ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പൊ അതിനെ ഇഷ്യൂ ചെയ്യുന്ന മുമ്പ് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം. അതിന്റെ പേരാണ് ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, DRHP എന്ന് പറയാറുണ്ട്. പലപ്പോഴും പത്രങ്ങളിൽ ന്യൂസ് കാണാറുണ്ട്, ഇന്ന കമ്പനി DRHP സമർപ്പിച്ച് സെബിയിൽ അത് മോഡിഫിക്കേഷൻ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ടു, വീണ്ടും DRHP സമർപ്പിക്കും എന്നൊക്കെ ന്യൂസ് കാണാറുണ്ട്. അതാണ് ഈ റെഡ് ഹെറിംഗ് ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. അത് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിന്റെ ഡ്രാഫ്റ്റ് ആണ് DRHP. അതാണ് ആദ്യം ഈ മുകളിൽ സൂചിപ്പിച്ച മെർച്ചന്റ് ബാങ്കറിന്റെ കൺസൾട്ടേഷനോട് കൂടിയിട്ട് കമ്പനി അത് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ഈ DRHP ഉണ്ടാവല് പ്രൈസ് അല്ലാത്ത എല്ലാ വിവരങ്ങളും ഈ DRHP ഉണ്ടാവും. ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ഷെയറിന്റെ പ്രൈസുമായി ബന്ധപ്പെട്ട അല്ലാത്ത എല്ലാ വിവരങ്ങളും, അതായത് കമ്പനി, ഇറ്റ്സ് ഫിനാൻഷ്യൽസ്, റിസ്ക് ഫാക്ടേഴ്സ്, ഒബ്ജക്റ്റീവ് ഓഫ് ഇഷ്യൂ ആൻഡ് അതർ ഡിസ്ക്ലോഷേഴ്സ് ഒക്കെ. അപ്പൊ അടുത്ത സ്റ്റെപ്പാണ് ഫയലിംഗ് വിത്ത് സെബി ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ DRHP എന്ത് ചെയ്യേണ്ടതുണ്ട്? സെബിയിൽ ഫയൽ ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് സെബിന്റെ റിവ്യൂ അപ്രൂവൽ വാങ്ങേണ്ടതുണ്ട്. പിന്നെ അതിന് പുറമെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയാണ് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അവിടെ എന്ത് ചെയ്യണം? ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ സെബി മേ ആസ്ക് ഫോർ ക്ലാരിഫിക്കേഷൻ, മോഡിഫിക്കേഷൻ, അഡീഷൻ, ഡിസ്ക്ലോഷർ. സെബിന്റെ പരിശോധനയ്ക്ക് ശേഷം ഒരു പക്ഷേ സെബി എന്ത് ചെയ്തേക്കാം? ഇതിന് മോഡിഫിക്കേഷൻ ആവശ്യപ്പെട്ടേക്കാം, ചില വിഷയങ്ങളിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടേക്കാം, അതല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതുണ്ട്, അഡീഷണൽ ഡിസ്ക്ലോഷർ ആവശ്യപ്പെട്ടേക്കാം. അടുത്ത സ്റ്റെപ്പ് മാർക്കറ്റിംഗ് റോഡ് ഷോസ് ആണ്. കാരണം ഇനി കമ്പനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രൊമോഷൻസ് നടത്തേണ്ടതുണ്ട്. പിന്നെ റോഡ് ഷോ, ഈ ലീഡ് മാനേജർക്ക് അത് മാനേജ് ചെയ്യാം. പ്രസ് മീറ്റ്സ്, അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു പുതിയ IPO വരികയാണല്ലോ, അല്ലെങ്കിൽ പുതിയ പബ്ലിക് ഇഷ്യൂ വരികയാണ്. അപ്പൊ അത് പബ്ലിക്കിനെ അറിയിക്കാൻ എന്തെല്ലാം മാർഗമുണ്ടോ അത്തരം മാർഗങ്ങളൊക്കെ ചെയ്യുക എന്നതാണ് ഈ സ്റ്റെപ്പ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ജനറേറ്റിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിമാൻഡ് ഫോർ ദി ഇഷ്യൂ. പിന്നെ പ്രൈസ് ഓഫ് ഇഷ്യൂ അടുത്ത സ്റ്റെപ്പാണ്. ഇൻ ദ കേസ് ഓഫ് ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ ദ പ്രൈസ് ഈസ് പ്രീഡിറ്റർമൈൻഡ്, ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇൻ കേസ് ഓഫ് ബുക്ക് ബിൽഡിംഗ്, നമ്മൾ സാധാരണ കാണുന്ന IPO പ്രോസസ് ഒക്കെ ബുക്ക് ബിൽഡിംഗ് പ്രോസസ് ഉണ്ടാവില്ലേ എന്ന് പറയുമ്പോൾ ഒരു പ്രൈസ് ബാൻഡ് അതിലുണ്ടാവുക. ഇപ്പൊ 50 രൂപ മുതൽ 55 രൂപക്ക് ഇടയിൽ ബിഡ് ചെയ്യാം എന്നാ പറയാം. അപ്പൊ ഏറ്റവും മിനിമം പ്രൈസ് 50 ആണെങ്കിൽ അപ്ലൈ ചെയ്യാം, 51 ചെയ്യാം, 52 ചെയ്യാം, 53, 54, 55 അപ്ലൈ ചെയ്യാം പബ്ലിക്കിന്. പക്ഷെ ഓവർ സബ്സ്ക്രിപ്ഷൻ ആകുമ്പോൾ എന്തായാലും ഏറ്റവും ഹയസ്റ്റ് വില കോടികൾക്ക് കിട്ടുള്ളൂ. അപ്പൊ മിക്കവാറും എല്ലാവരും 55 തന്നെ, ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് തന്നെ എന്ത് ചെയ്യും? അവരത് കോട്ട് ചെയ്യാറുണ്ട്. അപ്പം പ്രൈസിങ് ദ ഇഷ്യൂ എന്ന് പറയുമ്പോൾ 2 തരം പ്രൈസ് ഉണ്ട്. ഫിക്സഡ് പ്രൈസ് ഉണ്ട്, ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ ഉണ്ട്. രണ്ട് കേസാണ്. ഒന്ന് ഫിക്സ് പ്രൈസ് എന്താണ് ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട്, മറ്റേത് ബുക്ക് ബിൽഡിംഗ്. ഈ പ്രോസസ് കഴിയുമ്പോഴേ അതിന്റെ പ്രൈസ് സെറ്റ് ആവുള്ളൂ. ഒരു റേഞ്ച് ആണ് ആദ്യമേ പറയുള്ളൂ. ദ ഫൈനൽ ഇഷ്യൂ പ്രൈസ് ഈസ് ഡിറ്റർമൈൻഡ് ആഫ്റ്റർ ബിഡിംഗ് പ്രോസസ്. എല്ലാവരും ബിഡും കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ പ്രൈസ് എത്രയെന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം എല്ലാവരും താഴ്ന്ന വിലക്കാണെങ്കിൽ ഓക്കെ, താഴ്ന്ന വില തന്നെ ആയിരിക്കും അത് പ്രൈസ് ആയിട്ട് വരിക ആ പ്രൈസ് ബാൻഡില്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ എത്രയാണെന്ന്. പിന്നെ ഫയലിംഗ് ദി ഫൈനൽ പ്രോസ്പെക്ടസ്. പിന്നെ സെബിന്റെ നേരത്തെ പറഞ്ഞ മോഡിഫിക്കേഷൻ അഡീഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ ഫൈനൽ പ്രോസ്പെക്ടസ്, ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്റ്റില് എല്ലാ എഡിറ്റിങ്ങും മോഡിഫിക്കേഷനും കഴിഞ്ഞാൽ ഫൈനൽ പ്രോസ്പെക്ടസ് ആയ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ത് ചെയ്യും? ബുക്ക് ബിൽഡിന്റെ കേസിൽ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ പ്രോസ്പെക്ടസ്
പിന്നെ വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനി വഴി എന്ത് ചെയ്യും, അത് ഇഷ്യൂ ചെയ്യും. പിന്നെ ഓപ്പണിംഗ് ഓഫ് ദി ഇഷ്യൂ, അങ്ങനെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഇനി പബ്ലിക്കിന് ഇത് ഓപ്പൺ ചെയ്യാണ്, അത് അപ്ലൈ ചെയ്യാൻ. അതിന് ഓപ്പണിംഗ് ദി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് ഓഫ് ഓപ്പൺഡ് ഫോർ ദി പബ്ലിക് ഫോർ എ ഫ്യൂ ഡേയ്സ്. സാധാരണ പബ്ലിക്കിന് അപ്ലൈ ചെയ്യാനും ഒരു 3 ദിവസം, ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞുകൊണ്ട് 3 ദിവസമാണ് സാധനം കൊടുക്കാറുള്ളത്. ആ സമയത്തിനകം വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യുക. ഇൻവെസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേര് ASBA ആണ്. അപ്ലിക്കേഷൻ സപ്പോർട്ട് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്നാണ് സിസ്റ്റത്തിന്റെ പേര്. എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് ഫണ്ട് ഡിഡക്ട് ചെയ്യപ്പെടും. അയാൾ അക്കൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് മാറും. പിന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ദിവസം മറ്റ് വഴിയിൽ ഏതെങ്കിലും വഴി അവർക്ക് എന്ത് ചെയ്യാതെ ASBA എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട്. ഫുൾ ഫോം ചിലപ്പോൾ ചോദിച്ച ചാൻസ് ഉണ്ട്. ഇതൊരു അപ്ലിക്കേഷൻ സിസ്റ്റം ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ IPO ഒരാൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് നിശ്ചിത എമൗണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ വേണം. ആ ഫണ്ട് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ആക്ച്വലി പുറത്തേക്ക് പോവില്ല, പക്ഷെ അദ്ദേഹത്തിന് കിട്ടാത്ത അവസ്ഥയിലേക്ക് അത് മാറും. അഥവാ അദ്ദേഹത്തിന് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, അത് ഡിഡക്ട് ചെയ്ത് പോവുകയും ചെയ്യും. അല്ലെങ്കിലോ തിരിച്ചെന്ത് ചെയ്യും, റീഫണ്ട് ചെയ്യപ്പെടും. ആ രീതിക്കാണ് ASBA എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല, കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നില്ല. അഥവാ അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ക്യാഷ് കമ്പനിയുടെ കയ്യിലേക്ക് പോകും. അതല്ല കിട്ടിയില്ലെങ്കിലോ അത് തിരിച്ച് കയറുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു സെക്യൂർ സിസ്റ്റം കൂടിയാണ് ASBA. പിന്നെ ക്ലോഷർ ആൻഡ് എമൗണ്ട് ഓഫ് ഷെയർ, പിന്നെ ഇഷ്യൂ ക്ലോസ് ചെയ്യും 3 ദിവസം, നേരത്തെ പറഞ്ഞ പോലെ 3 ദിവസം കഴിഞ്ഞാൽ. പിന്നെ അതിനുശേഷമാണ് അപ്ലിക്കേഷൻസ് ഒക്കെ സ്ക്രൂട്ടിനി ചെയ്യാം. ഇപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രോറാട്ട ബേസിസ് ആണ് തിയററ്റിക്കലി പറയാമെങ്കിലും ലോട്ടറി മെത്തേഡിന്റെ പ്രകാരമാണ് നിലവിൽ അത് എന്ത് ചെയ്യാറ്, അലോട്ട്മെന്റ് നടത്താറ്. ഓവർ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ പ്രോറാട്ട എന്ന് പറയരുത്, അത് ലോട്ടറി മെത്തേഡാണ് ചെയ്യുന്നത്. പിന്നെ റീഫണ്ട് ആർ മെയ്ഡ് ടു അൺസക്സസ്ഫുൾ അപ്ലിക്കൻസ്. ഇൻ കേസ് അലോട്ട്മെന്റ് കിട്ടാത്തവർക്ക് എന്ത് ചെയ്യും, റീഫണ്ട് അതിനിടയ്ക്ക് 1-2 ദിവസത്തിന് എന്ത് ചെയ്യും, ചെയ്യപ്പെടും ചെയ്യും. പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് ലിസ്റ്റിംഗ് ആണ്. ലിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് ഞാൻ ഷെയർ മാർക്കറ്റിലേക്ക്, സെക്കൻഡറി മാർക്കറ്റിലേക്ക് വരികയാണ്. അപ്പോൾ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് അലോട്ട്മെന്റ് വഴി ഡിമാറ്റിലേക്ക് എന്ത് ചെയ്യും, അത് എത്തും സ്റ്റോക്കുകൾ. പിന്നെ തൊട്ടടുത്ത ദിവസമായിരിക്കും അതിന്റെ ലിസ്റ്റിംഗ് നടക്കുക. ആ ലിസ്റ്റിംഗ് സമയത്ത് അടുത്ത ദിവസം 10 മണിയോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ അത് എന്ത് ചെയ്യാം, വിൽക്കേണ്ടവർക്ക് വിൽക്കാം. അങ്ങനെ ആരെയും വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങേണ്ടവർക്ക് അത് എന്ത് ചെയ്യാനും പറ്റും, വാങ്ങാനും പറ്റും. അപ്പോൾ അതാണ് ലിസ്റ്റിംഗ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറഞ്ഞത്. ദ കമ്പനി അപ്ലൈസ് ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ ലിസ്റ്റിംഗ് അപ്രൂവൽ. ആഫ്റ്റർ അപ്രൂവൽ സെക്യൂരിറ്റീസ് ആർ ക്രെഡിറ്റഡ് ടു ഇൻവെസ്റ്റേഴ്സ് ഡിമാറ്റ് അക്കൗണ്ട്. ട്രേഡിംഗ് ഓഫ് ഷെയർസ് ബീയിങ് ഓൺ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതോട് കൂടി എന്ത് ചെയ്യും, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡിംഗ് ആരംഭിക്കുകയും ചെയ്യും. ഇത്രയാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.